നമ്മുടെ പ്രിയപ്പെട്ടവർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ കല്ലറയ്ക്ക് മുകളിൽ നമ്മളവരുടെ പേരും അവരുടെ ബർത്ത് ഡേറ്റും ഡെത്ത് ഡേറ്റൊക്കെ നമ്മൾ എഴുതും. ചിലപ്പോൾ ബൈബിളിലെ കൊട്ടേഷൻസ് എഴുതും, ചിലപ്പോൾ അവരുടെ ലൈഫിനെ കാണിക്കുന്ന എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള കൊട്ടേഷൻ ഉണ്ടെങ്കിൽ അത് എഴുതും. അങ്ങനെ നമ്മളാണത് എഴുതി വയ്ക്കുന്നത്. പക്ഷേ ചരിത്രത്തിൽ ആദ്യമായിട്ട് മാലാഖ ഒരു കല്ലറയിൽ എഴുതി, കല്ലറ ലിഖിതം. അതിങ്ങനെയാണ് എഴുതിയത്, ഈസ് നോട്ട് ഹിയർ, അവനിവിടെ ഇല്ല. അതുകൊണ്ട് ഈശോയുടെ കല്ലറയ്ക്ക് മുകളിലാണ് മാലാഖ അങ്ങനെ ഒരു കല്ലറ ലിഖിതം എഴുതിയത്, ഈസ് നോട്ട് ഹിയർ. നമ്മൾ മരിച്ചു കഴിയുമ്പോൾ എഴുതി വയ്ക്കുന്നത് അവൻ ഇവിടെ ഉറങ്ങുന്നു, ഇവിടെ കിടക്കുന്നു, ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് എഴുതുന്നത്. പക്ഷേ ഈസ് നോട്ട് ഹിയർ എന്ന് എഴുതുക, അവൻ അവിടെ ഇല്ലെന്ന് എഴുതി വയ്ക്കുമ്പോൾ അതിന് അർത്ഥം എന്താ? അത് ഭയങ്കര പ്രത്യാശ നൽകുന്ന ഒന്നാണ്, അവനിവിടെ ഇല്ല എന്ന്. ഞാൻ കഴിഞ്ഞ ഈസ്റ്ററിന് പാതിരാ കുർബാനയ്ക്ക് വല്ലാർവാടം പള്ളിയിലാണ് ഈ ഒരു തീമാണ് പ്രസംഗിച്ചത്. പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ, കുർബാന കഴിഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഓടി എൻ്റെ അടുത്ത് വന്നു. അടുത്ത് വന്നിട്ട് അവൻ പോക്കറ്റിൽ നിന്ന് ഒരു പർപ്പിൾ മെഴുകുതിരി എടുത്തിട്ട് പറഞ്ഞു, അച്ഛോ കഴിഞ്ഞ അഡ്വെൻറ്റിൽ ഇത് വീട്ടിൽ കത്തിച്ച് വെച്ചത് എൻ്റെ അമ്മയാണ്. 2 ദിവസം കഴിഞ്ഞപ്പോൾ വളരെ അപ്രതീക്ഷിതമായിട്ട് എൻ്റെ അമ്മ മരിച്ചുപോയി. പക്ഷെ അത് ഉൾക്കൊള്ളാൻ എനിക്ക് പറ്റിയില്ല. എനിക്ക് വല്ലാത്ത സങ്കടമായി. ആ സങ്കടം ഇവിടെ കുർബാനയ്ക്ക് വന്നപ്പോഴും ഞാൻ ഈ തിരി കൊണ്ടുവന്നത് നമ്മുടെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ കൊണ്ടുവന്നത്. പക്ഷേ ഈ കുർബാന കഴിഞ്ഞപ്പോൾ എനിക്ക് സങ്കടമൊക്കെ പോയച്ചാ, എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി. കാരണം എൻ്റെ അമ്മ ഇവിടെ ഇല്ല. എൻ്റെ അമ്മ അപ്പനായ ദൈവത്തിൻ്റെ കൂടെയാണ്. ഹാപ്പി ഈസ്റ്റർ അച്ഛാ. ആ ചെറുപ്പക്കാരൻ വളരെ സന്തോഷത്തോടെ അങ്ങ് നടന്നു പോവാണ്. ശരിക്കും ഈസ്റ്ററിൻ്റെ ഒരു ഫീലിങ്സ് ഇതാണ്. ഈ കല്ലറ തകർത്ത് ഈശോ ഉയർത്തെഴുന്നേറ്റത്, മരണമെന്ന് പറയുന്നത് ഈ ഭൂമിയിലുള്ള സ്പേസും ടൈമും അതിൻ്റെ കൺഫൈൻമെൻറ്റ്സൊക്കെ തകർത്തിട്ട് പോകുന്നൊരു കാര്യമാണ്. നമ്മളെ ഈ ഭൂമിയുടെ സ്പേസിലും ടൈമിലും ഒതുക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഇവിടെ അല്ലാത്തവരായിട്ട് മാറുന്നു, നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ആയിട്ട് മാറുന്നു. ഇതാണ് ഈസ്റ്റർ നൽകുന്ന ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുക. വി ഷുഡ് ബി ഹാപ്പി അബൌട്ട് ദാറ്റ്. ഗുഡ് ബൈ എന്നുള്ള വളരെ മനോഹരമായൊരു ഹിന്ദി സിനിമയുണ്ട്. അത് ഒരപ്പനും 4 മക്കളും ചേർന്ന് അവരുടെ അമ്മയ്ക്ക് നൽകുന്നൊരു യാത്രയിപ്പാണ്. ഈ അമ്മ വളരെ അപ്രതീക്ഷിതമായിട്ട് മരിക്കുന്നത്. അപ്പോൾ മക്കളാരും കൂടിയില്ല, മക്കൾ 4 പേരും പുറത്താണ്. 3 മക്കൾ വരുന്നുണ്ട്, പക്ഷെ ഒരു മകനെ അറിയിക്കാൻ പോലും പറ്റിയില്ല. കാരണം അവനൊരു അഡ്വഞ്ചർ ട്രിപ്പിലായിരുന്നു. അമ്മ എപ്പോഴും ഇവരോട് പറയും, എടാ നീ ചെറിയ ചെറിയ മലകൾ കയറിയിട്ട് എന്താ കാര്യം, നീ വലിയ വലിയ മലകൾ കയറ്, റെക്കോർഡ് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞ് ഇവനെ പ്രോത്സാഹിപ്പിച്ച അമ്മയാണ്. അങ്ങനെയാണ് അവനൊരു വലിയ മല കയറാൻ പോയത്. അവിടെ റേഞ്ചൊന്നുമില്ല, അവന് മൊബൈലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയുടെ മരണവിവരം അവനെ അറിയിക്കാൻ പറ്റിയില്ല. അവൻ അമ്മയുടെ ബെറിയൽ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് വീട്ടിലെത്തുന്നത്. അവന് മല കയറി സർട്ടിഫിക്കറ്റ് കേട്ട് വളരെ ഹാപ്പി ആയിട്ട് അമ്മയുടെ അടുത്ത് വന്ന് പ്രസൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് വരുന്നത്. പക്ഷേ സങ്കടമായി പോയി. അവനിങ്ങനെ കരയാം. അവൻ കരയുമ്പോൾ അവൻ്റെ സഹോദരങ്ങളും കരയുന്നുണ്ട്. ആ സമയത്ത് അപ്പൻ ഈ 4 മക്കളോടും പറയുന്നൊരു കാര്യമുണ്ട്. മക്കളെ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ അപ്പനും അമ്മയും എന്നെ സൈക്കിളിൽ കൊണ്ടുവന്ന് വിടും. അത് കഴിഞ്ഞിട്ട് അവർ തിരിച്ചു പോകുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിഞ്ഞ് നോക്കിയവർക്ക് ടാറ്റ പറയും. അപ്പനാണ് സൈക്കിളാണ് വിട്ടുന്നത്, അമ്മ ബാക്കിൽ കരിയറിലിരിക്കുകയാണ്, അമ്മ ഇങ്ങനെ ടാറ്റ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ടൊരു വളവുണ്ട്, റൈറ്റ് ടേൺ ഉണ്ട്. ആ റൈറ്റ് ടേൺ വളയുന്നത് വരെ, എൻ്റെ കണ്ണിൽ നിന്ന് മറയുന്നത് വരെ ഞാനിങ്ങനെ അവർക്ക് ടാറ്റ പറഞ്ഞുകൊണ്ടിരിക്കും. അതെൻ്റെ ശീലമായിരുന്നു. ഒരു ദിവസം അങ്ങനെ റൈറ്റ് ടേൺ എടുത്ത് പോയ എൻ്റെ അപ്പനും അമ്മയും തിരിച്ചു വന്നില്ല, മരിച്ചുപോയി. പക്ഷെ എനിക്കറിയില്ല അന്നെന്താ മരണമെന്ന്. സ്കൂളിൽ വരും, ഞാൻ ഈ വഴിയിലേക്ക് നോക്കിയിരിക്കും. ഒരു ദിവസം എൻ്റെ ടീച്ചറത് കണ്ടു. ടീച്ചർ കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു, നീ എന്തെങ്കിലും നോക്കി നിൽക്കുന്നത്? അപ്പോൾ ഞാൻ ടീച്ചറോട് പറഞ്ഞു, ടീച്ചറെ, എൻ്റെ കൂട്ടുകാരൊക്കെ പറയുന്നത് എൻ്റെ അപ്പനമ്മ മരിച്ചു പോകുന്നു, അതെനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ടീച്ചർ പറഞ്ഞു, മോനെ, അപ്പോൾ കുറേ വണ്ടികളിങ്ങനെ വഴി കൂടി പോകുന്നുണ്ട്, മോനെ നീ ആ സൈക്കിളിൽ പോകുന്ന ആളെ കണ്ടോ? കാണുന്നുണ്ട് ടീച്ചറെ. കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ അയാൾ റൈറ്റ് ടേൺ എടുത്ത് അങ്ങ് പോയി. ഇപ്പോൾ അയാളെ കാണുന്നുണ്ടോ? ഇപ്പോൾ കാണുന്നില്ല. അപ്പോൾ ടീച്ചർ പറഞ്ഞു, നീ കാണുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷേ ഈസ് മൂവിങ്, അയാൾ സൈക്കിൾ ഔട്ടിക്കൊണ്ടിരിക്കുക. ഇതുപോലെ തന്നെയാണ് നിൻ്റെ അപ്പനമ്മയും അവർ റൈറ്റ് ടേൺ എടുത്തതെന്നേ ഉള്ളൂ, നിനക്ക് കാണാൻ പറ്റുന്നില്ല, പക്ഷെ ദേ ആർ മൂവിങ്, അവർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഈ ഭൂമിയിലെ മരണം, ഇത്രയേ ഉള്ളൂ. ദേ ആർ ടേക്കൺ എ റൈറ്റ് ടേൺ. നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ സങ്കടപ്പെടുത്തിക്കൊണ്ട് കടന്നു പോയിട്ടുണ്ടാവാം. ഓർക്കേണ്ടത് ഇങ്ങനെയാണ്, ദേ ഹാവ് ജസ്റ്റ് ടേക്കൺ എ റൈറ്റ് ടേൺ. ശരിയായിട്ടുള്ളൊരു ടേൺ അവരെടുത്തതേ ഉള്ളൂ. അവർ അപ്പൻ്റെ അടുത്താണ്, അവർ സ്വന്തം വീട്ടിലാണ്. ഇതാണ് ഈസ്റ്റർ. കല്ലറ തകർത്ത് ഉയർത്തവൻ നമുക്ക് നൽകുന്ന പ്രത്യാശയുടെ ചിന്ത എന്തെന്നറിയാമോ? ഈ ഭൂമിയിലെ മരണം, ഈ ഭൂമിയിലെ ജീവിതം
അത് അവസാനമല്ല, അത് തുടക്കമാണ്, അത് റിസറക്ഷനാണ്. ഹാപ്പി ഈസ്റ്റർ.